പത്മജ വേണുഗോപാൽ ബി.ജെ.പിയിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ വാർത്ത. വൈകിട്ട് ബി.ജെ.പി ആസ്ഥാനത്തേക്ക് പത്മജ വേണുഗോപാൽ എത്തി അംഗത്വം സ്വീകരിക്കുമെന്നുള്ളത് സ്ഥിരീകരിച്ചു കഴിഞ്ഞു. കോൺഗ്രസ് ആണ് തന്നെ ബി.ജെ.പി ആക്കിയത് എന്ന് പത്മജ പറയുന്നു. പത്മജ വേണുഗോപാൽ ബി.ജെ.പിയിൽ എത്തുന്നത് കേരളത്തിലെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണ്. ലീഡറിന്റെ മകൾ കെ മുരളീധരൻ എം.പിയുടെ സഹോദരി എന്നതിലുപരി കൃത്യമായ രാഷ്ട്രീയ നിലപാടുകൾ പിന്തുടർന്ന പത്മജയുടെ ചുവടുമാറ്റം എന്തു പറഞ്ഞ് കോൺഗ്രസ് പ്രതിരോധിക്കുമെന്നാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്. കോൺഗ്രസിന്റെ എക്കാലത്തെയും മുൻനിര നേതാവ് കെ കരുണാകരന്റെ മകൾ, കേന്ദ്ര ഫാസിസ്റ്റ് ഭരണത്തിനെതിരെ ഏറ്റവും ശക്തമായി പ്രതികരിക്കുന്ന കെ മുരളീധരന്റെ ഏക സഹോദരി. ഈ വിശേഷണങ്ങളെയെല്ലാം അപ്രസക്തമാക്കുന്ന വാർത്തകളാണ് പുറത്തുവരുന്നത്. പത്മജ വേണുഗോപാൽ ബി.ജെ.പിയിലേക്ക് പോകുന്നു എന്ന് കേട്ടവർ ആദ്യം പറഞ്ഞത് കെ കരുണാകരന്റെ മകൾക്ക് അങ്ങനെയൊരു തീരുമാനമെടുക്കാൻ കഴിയില്ലെന്നാണ്. വൈകിട്ട് ഫേസ്ബുക്ക് പോസ്റ്റ് വന്നതോടെ ഇക്കാര്യം സ്ഥിരീകരിച്ചു. പക്ഷേ രാത്രിയോടെ കാര്യങ്ങൾ കൈവിട്ടു. ദില്ലിയിലെത്തിയ പത്മജ ബി.ജെ.പി നേതാക്കളെ കണ്ടു, പ്രവേശനമുറപ്പിച്ചു. പിന്നാലെ പോസ്റ്റ് പിൻവലിച്ചു. കോൺഗ്രസിൽ അർഹമായ പ്രാതിനിധ്യവും അംഗീകാരവും ലഭിച്ചില്ല എന്നാണ് പത്മജയുടെ പ്രധാന പരാതി. കുറച്ചധികം നാളുകളായി കോൺഗ്രസ് നേതൃത്വവുമായി പത്മജയ്ക്ക് അഭിപ്രായ ഭിന്നതകളുണ്ട്. കരുണാകരന്റെ മകളായിട്ടും പരിഗണന കിട്ടിയില്ല എന്നാണ് പരാതി. 2001 മുതൽ പത്മജ സജീവ രാഷ്ട്രീയത്തിന്റെ ഭാഗമാണ്. KTDC ചെയർപേഴ്സണായിട്ടായിരുന്നു തുടക്കം. 2004 കോൺഗ്രസിന്റെ ഉറച്ച സീറ്റായ മുകുന്ദപുരത്ത് മത്സരിക്കാൻ അവസരം ലഭിച്ചു. ജയിക്കാനായില്ല. പിന്നീട് 2016 2021 തൃശൂരിൽ നിന്ന് നിയമസഭയിലേക്ക് മത്സരിച്ചുവെങ്കിലും തോറ്റു. എത്രയോ കാലം കോൺഗ്രസിന് വേണ്ടി വിറകുവെട്ടുകയും വെള്ളം കോരുകയും ചെയ്തവരെ പിന്തള്ളിയാണ് പത്മജ വേണുഗോപാൽ സീറ്റ് നേടിയത്. എന്നിട്ടും ദേശീയ തലത്തിൽ കോൺഗ്രസ് ഏറ്റവും നിർണായകമായ തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന ഘട്ടത്തിൽ പത്മജ പാർട്ടിയെ കൈവിട്ടു. ഒരു കാലത്ത് കേരളത്തിലെ കോൺഗ്രസിന്റെ നെടും തൂണായി നിന്ന കെ കരുണാകരന്റെയും AK ആന്റണിയുടെയും മക്കൾ ബി.ജെ.പി പാളയത്തിലെത്തുമ്പോൾ കോൺഗ്രസിന് കാര്യങ്ങൾ അത്ര നിസ്സാരമല്ല. എന്ത് അഭിപ്രായ ഭിന്നതയുടെ പേരിലാണെങ്കിലും ബദ്ധവൈരികളെന്ന് ചാപ്പകുത്തിയ ബി.ജെ.പിയിലേക്കുള്ള ചുവടുമാറ്റം പ്രതിരോധിക്കുക അത്ര എളുപ്പമാവില്ല. ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ. ലോക്സഭാ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി നിർണയത്തിന് കോൺഗ്രസ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി ഇന്ന് യോഗം ചേരും. കേരളത്തിലെ സ്ഥാനാർത്ഥി നിർണയമടക്കം ചർച്ചയാകും. വയനാട്ടിൽ മത്സരിക്കുന്നതിൽ രാഹുൽ ഗാന്ധി തീരുമാനം അറിയിക്കും. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള കോൺഗ്രസിന്റെ ആദ്യ സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് ഇന്ന് സാധ്യത. മല്ലികാർജ്ജുൻ ഖർഗെയുടെ അധ്യക്ഷതയിൽ വൈകിട്ട് 6 മണിക്ക് കോൺഗ്രസ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗം ചേരും. സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി, KC വേണുഗോപാൽ അടക്കമുള്ള നേതാക്കൾ പങ്കെടുക്കും. ക്ലസ്റ്റർ അടിസ്ഥാനത്തിലാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗം ചേരുക. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ സ്ഥാനാർത്ഥി പട്ടികയിൽ തീരുമാനമെടുക്കും. കേരളത്തിൽ വയനാട്, ആലപ്പുഴ മണ്ഡലങ്ങളുടെ കാര്യത്തിൽ മാത്രമാണ് തീരുമാനം വരാനുള്ളത്. വയനാട്ടിൽ രാഹുൽ ഗാന്ധി തന്നെ മത്സരിക്കും. ആലപ്പുഴയിൽ KC വേണുഗോപാൽ മത്സരിക്കാൻ തയ്യാറാണെങ്കിലും പാർട്ടി ഉത്തരവാദിത്തം എങ്ങനെ കൈകാര്യം ചെയ്യുമെന്ന പ്രതിസന്ധിയുണ്ട്. ഈ സാഹചര്യത്തിൽ സാമുദായിക സമവാക്യം പരിഗണിച്ച ഒരു സ്ഥാനാർത്ഥിയാകും ആലപ്പുഴയിലെത്തുക. കേരളത്തിന്റെ ചർച്ചകൾക്ക് KPCC അധ്യക്ഷൻ K സുധാകരനും പ്രതിപക്ഷ നേതാവ് VD സതീശനും ദില്ലിയിലുണ്ട്. വയനാടിനൊപ്പം രാഹുൽ ഗാന്ധി അമേഠി കൂടി തെരഞ്ഞെടുക്കുമെന്നാണ് വിവരം. റായ്ബറേലിയിൽ പ്രിയങ്ക ഗാന്ധി സ്ഥാനാർത്ഥിയാകുമോ എന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത്. തർക്കങ്ങളില്ലാത്തതും സിറ്റിംഗ് MP മാർ മത്സരിക്കുന്നതുമായ മണ്ഡലങ്ങൾ ആദ്യം പ്രഖ്യാപിക്കും. റിപ്പോർട്ടർ, ദില്ലി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴയിൽ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുന്നതിൽ കോൺഗ്രസിൽ അനിശ്ചിതത്വം. രമേശ് ചെന്നിത്തലയെ ഹൈക്കമാൻഡ് ദില്ലിക്ക് വിളിപ്പിച്ചു. കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതിയിൽ ചെന്നിത്തല പങ്കെടുക്കും. നോബിൾ മാരിക്കാരൻ ദില്ലിയിൽ നിന്നാൽ തത്സമയം. നോബിൾ മാരിക്കാരൻ KC വേണുഗോപാൽ അല്ലെങ്കിൽ മറ്റാര്? ആ ചോദ്യത്തിന് ഉത്തരം അത് രമേശ് ചെന്നിത്തല അടക്കമുള്ള നേതാക്കളിലേക്ക് നീളുകയാണോ? ആരൊക്കെയുണ്ട് പരിഗണനയിൽ? സുധിയ, ആലപ്പുഴയുടെ കാര്യത്തിലാണ് ഇപ്പോൾ കോൺഗ്രസിൽ ഒരു അനിശ്ചിതത്വം ഉള്ളത്. പ്രധാനമായും ആലപ്പുഴയുടെ കാര്യം പറയുമ്പോൾ KC വേണുഗോപാൽ മത്സരിക്കാൻ ഇപ്പോഴും തയ്യാറാണ്. പക്ഷേ അദ്ദേഹത്തെ സംബന്ധിച്ച് സംഘടനാ ജനറൽ സെക്രട്ടറി എന്ന പദവി കയ്യിലുണ്ട്. ആ പദവി ഇരിക്കുമ്പോൾ ഫുൾ ടൈം മണ്ഡലത്തിൽ പ്രചരണം നടത്തുക എന്ന് പറയുന്നത് വലിയ പ്രതിസന്ധികൾ ഉണ്ടാക്കും. പ്രത്യേകിച്ച് പാർട്ടിയുടെ മറ്റു കാര്യങ്ങൾ ഉൾപ്പെടെ നിയന്ത്രിക്കേണ്ട സാഹചര്യം ഉണ്ട്. അതുകൊണ്ടാണ് KC വേണുഗോപാൽ ഇതിൽ സമ്മതമുള്ളത്. അതേസമയം KC വേണുഗോപാലിനെ മാറ്റി മറ്റു സ്ഥാനാർത്ഥിയെ ആ ഭാഗത്തേക്ക് കൊണ്ടുവരുമ്പോൾ, ആലപ്പുഴയിലേക്ക് കൊണ്ടുവരുമ്പോൾ മറ്റൊരു പ്രതിസന്ധി കോൺഗ്രസിന് മുന്നിൽ ഉള്ളത് എന്ന് പറയുന്നത് സാമുദായിക സമവാക്യം, പ്രത്യേകിച്ച് മുസ്ലിം വിഭാഗത്തിന് പ്രാതിനിധ്യം നൽകണം എന്നൊരാവശ്യമുണ്ട്. അതോടൊപ്പം തന്നെ വനിതാ സംവരണം, അത് CPM-ന്റെ പട്ടികയാണെങ്കിലും CPI-യുടെ പട്ടികയാണെങ്കിലും BJP-യുടെ പട്ടികയാണെങ്കിലും ഈ വന്ന പട്ടികയിലെല്ലാം വനിതകൾക്ക് കൃത്യമായ പ്രാതിനിധ്യം കൊടുത്തുകൊണ്ടാണ് സ്ഥാനാർത്ഥി നിർണ്ണയം പൂർത്തിയാക്കിയത്. വനിതാ സംവരണം എന്ന വിഷയം കോൺഗ്രസിന്റെ പട്ടികയിലേക്ക് വരുമ്പോൾ അത് ആലപ്പുഴ നടത്തിയെങ്കിൽ മാത്രമാണ് ഒരു വനിതയ്ക്ക് സീറ്റ് കൊടുക്കാൻ കഴിയൂ എന്ന സാഹചര്യം ഉണ്ട്. ഏതാണെങ്കിലും ഈ സാഹചര്യത്തിലാണ് ആലപ്പുഴയിൽ കൂടുതൽ
ചർച്ചകൾ വേണം എന്ന ആവശ്യം ഉയർന്നിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഹൈക്കമാൻഡ് രമേശ് ചെന്നിത്തലയോട് ഇന്നിപ്പോൾ ദില്ലിയിലേക്ക് എത്താൻ നിർദ്ദേശം നൽകുകയും ചെയ്തു. അദ്ദേഹം ദില്ലിയിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. വൈകുന്നേരം ദില്ലിയിൽ എത്തും. ഷാനിമോൾ ഉസ്മാൻ കഴിഞ്ഞ തവണ മത്സരിച്ച സ്ഥാനാർത്ഥിയാണ്. ഷാനിമോൾ ഉസ്മാൻ അവിടെ മത്സരിക്കുകയാണെങ്കിൽ ഈ രണ്ട് പ്രശ്നങ്ങളും, പ്രത്യേകിച്ച് മുസ്ലിം വിഭാഗത്തിൻ്റെ പ്രാതിനിധ്യം, അതോടൊപ്പം തന്നെ വനിതാ സംവരണം എന്നീ രണ്ട് പ്രശ്നങ്ങളെ അതിജീവിക്കാൻ കഴിയും, മറികടക്കാൻ കഴിയും എന്നാണ് കോൺഗ്രസിന്റെ ഒരു വിലയിരുത്തൽ. ഇതുമായി ബന്ധപ്പെട്ട നേതൃത്വം ഷാനിമോൾ ഉസ്മാനുമായി ഇപ്പോൾ ആശയവിനിമയം നടത്തിയിട്ടുണ്ട് എന്ന് അറിയുന്നു. മറ്റു ചില പേരുകൾ കൂടി എന്താണെങ്കിലും പരിഗണനയിൽ ഉണ്ട്. അതോടൊപ്പം തന്നെ കണ്ണൂരിലും വേണമെങ്കിൽ ചില മാറ്റങ്ങൾക്ക് സാധ്യതയുണ്ട് എന്ന റിപ്പോർട്ടുകളും വരുന്നുണ്ട്. പ്രത്യേകിച്ച് ടി സിദ്ദിഖിനെ കണ്ണൂരിൽ മത്സരിപ്പിച്ചുകൊണ്ട് കൽപ്പറ്റയിൽ വരുന്ന ഉപതെരഞ്ഞെടുപ്പിൽ കെ സുധാകരൻ മത്സരിക്കുകയാണെങ്കിലും മുസ്ലിം പ്രാതിനിധ്യം അത് പരിഗണിക്കാൻ കഴിയും. എന്താണെങ്കിലും ചർച്ചകൾ നടക്കുകയാണ്. ഇന്നിപ്പോൾ വൈകിട്ട് ചർച്ചകളിൽ ഒരു തീരുമാനം എത്തുമ്പോഴേക്ക് അക്കാര്യത്തിൽ നമുക്ക് ഒരു വ്യക്തത വരുത്താൻ കഴിയൂ എന്നുള്ളതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ആരായിരിക്കും ആലപ്പുഴയിൽ KC അല്ലെങ്കിൽ ആ ചോദ്യത്തിന് ഉത്തരം അറിയേണ്ടിയിരിക്കുന്നു. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ സാമുദായിക വോട്ടുകൾ ലക്ഷ്യമാക്കി തന്ത്രങ്ങൾ മെനയുകയാണ് മുന്നണികൾ. ഇരു സമസ്തകളുടേതും ഉൾപ്പെടെ സംഘടനകളുടെ പിന്തുണയ്ക്ക് വേണ്ടി മത്സരിക്കുകയാണ് മലപ്പുറത്തെയും പൊന്നാനിയിലെയും ഇടത് വലത് സ്ഥാനാർത്ഥികൾ. ലീഗിന്റെ വോട്ട് ബാങ്കിൽ വിള്ളൽ വീഴ്ത്താൻ ഇടതുപക്ഷവും സമസ്തയുമായി കൂടുതൽ അടുക്കാൻ ലീഗും ശ്രമം തുടങ്ങിയതോടെ സമൂഹ മാധ്യമങ്ങളിലടക്കം പോര് രൂക്ഷമാണ്. എക്കാലത്തും മുസ്ലിം ലീഗിന്റെ അടിസ്ഥാന വോട്ട് ബാങ്കാണ് EK സമസ്ത. എന്നാൽ സമീപകാലത്ത് ലീഗും സമസ്തയിൽ ഒരു വിഭാഗവും തമ്മിലുണ്ടായ അഭിപ്രായ ഭിന്നതകളും തർക്കങ്ങളുമാണ് ലീഗിന്റെ ഈ വോട്ട് ബാങ്കിൽ വിള്ളൽ വീഴുമോ എന്ന ചർച്ച സജീവമാക്കിയത്. സമസ്ത CIC വിവാദമടക്കം ലീഗും സമസ്തയും തമ്മിലുള്ള പഴയ ഭിന്നതകളടക്കം കുത്തിപ്പൊക്കി ഒരു വിഭാഗം സമസ്ത പ്രവർത്തകർ തന്നെ ഈ ചർച്ചയ്ക്ക് ആക്കം കൂട്ടുന്നുണ്ട്. സമൂഹ മാധ്യമങ്ങളിലടക്കം ലീഗിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും സമസ്ത പ്രവർത്തകർ തന്നെ പരസ്പരം പോരിലാണ്. പൊന്നാനിയിൽ മുൻ ലീഗ് നേതാവും സമസ്തയുമായി ഏറെ അടുപ്പവുമുള്ള K സംസ സ്ഥാനാർത്ഥിയായി എത്തിയതോടെ സമസ്തയുടെ വോട്ട് ആർക്കെന്നത് സജീവ ചർച്ചയാണ്. അത് എല്ലാ സംസ്ഥകളുടെയും അതല്ലാത്ത സാംസ്കാരിക സംഘടനകളെയും പിന്തുണ കിട്ടിയിട്ടുണ്ട്. ഒരു വിജയപ്രതീക്ഷ എങ്ങനെ വെക്കുന്നുണ്ട് ഈ തെരഞ്ഞെടുപ്പ് പുരോഗമിക്കുമ്പോൾ? വിജയപ്രതീക്ഷയല്ല, സുനിശ്ചിതമായ വിജയമാണ് ഇവിടെയുള്ളത്, ഇവിടുത്തെ ജനത ഉറപ്പിക്കുന്നത്. വിഷയത്തിൽ കടുത്ത ജാഗ്രതയിലാണ് ലീഗും. സമസ്തയ്ക്ക് പ്രിയങ്കരായ ETAയും സമദാനിയും വീണ്ടും മത്സരിപ്പിക്കാനുള്ള ലീഗ് തീരുമാനത്തിന് പിന്നിൽ ഇരുവരുടെയും സമസ്ത ബന്ധവും ഒരു കാരണമാണ്. സമസ്ത നേതാക്കളുടെ പിന്തുണ ഉറപ്പാക്കിയാണ് ലീഗ് സ്ഥാനാർത്ഥികളുടെയും പര്യടനം. എന്നാൽ സമസ്തയുടെ കാര്യത്തിൽ ആശങ്കയില്ലെന്ന നിലപാടിലാണ് ലീഗ് നേതൃത്വം. ഞങ്ങൾ കേരളത്തിൽ 2 സീറ്റിൽ മത്സരിക്കും, ഞങ്ങൾ 3 സീറ്റിൽ മത്സരിക്കുന്നുണ്ട്. ഒന്ന് ദേശീയ തലത്തിൽ അത് ഞങ്ങൾ സമസ്ത വോട്ട് കച്ചവടത്തിന് നടക്കുകയല്ല. സമസ്തയുടെ സ്ഥാപനങ്ങൾ സന്ദർശിച്ചും നേതാക്കളുടെ കൂടെയുള്ള ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ പരമാവധി പ്രചരിപ്പിച്ചും വോട്ടുറപ്പിക്കാനുള്ള ശ്രമത്തിലാണ് ഇരു മുന്നണികളുടെയും സ്ഥാനാർത്ഥികൾ. റിപ്പോർട്ടർ അഷ്കർ അലി കരിമ്പ, ഇൻ റിപ്പോർട്ടർ, മലപ്പുറം. തിരുവനന്തപുരത്തെ BJP സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ പെരുന്നയിലെ NSS ആസ്ഥാനത്തെത്തി. NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരുമായി കൂടിക്കാഴ്ച നടത്തി. അനുഗ്രഹം തേടിയാണ് എത്തിയതെന്നും സൗഹൃദ സന്ദർശനമാണ് നടത്തിയതെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. തിരുവനന്തപുരത്തെ പ്രാദേശിക എതിർപ്പിനെക്കുറിച്ച് അറിയില്ലെന്നും രാജീവ് ചന്ദ്രശേഖർ വ്യക്തമാക്കി. തിരുവനന്തപുരത്ത് ഒരു വികസനത്തിൻ്റെ ഒരു ജേർണിയിലാണ്. അപ്പോൾ ജനറൽ സെക്രട്ടറി സാറിൻ്റെ കൂടെ ഒരു കർട്ടസി വിസിറ്റും അദ്ദേഹത്തിൻ്റെ ഒരു അനുഗ്രഹവും അദ്ദേഹത്തിൻ്റെ ഒരു ബ്ലെസ്സിങ്സ് കിട്ടാനാണ് ഞാൻ ഇന്ന് വന്നത്. അങ്ങനെ ഒരു പോളിറ്റിക്സ് ഒന്നും ഞങ്ങൾ ഡിസ്കസ് ചെയ്യാൻ ഞാനല്ല വന്നത്. അദ്ദേഹം എനിക്കൊരു നല്ല പുസ്തകവും തന്നിട്ടുണ്ട് ആസ് എ ഗിഫ്റ്റ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP സഖ്യം കേരളത്തിൽ കുറഞ്ഞത് 5 സീറ്റുകളെങ്കിലും നേടുമെന്ന് കേന്ദ്രമന്ത്രി ശോഭ കരന്തലജെ. കേന്ദ്രമന്ത്രിമാരടക്കം മികച്ച സ്ഥാനാർത്ഥികളാണ് NDAയ്ക്കായി മത്സരരംഗത്തുള്ളത്. കേരളത്തിൽ BJP വലിയ മുന്നേറ്റം നടത്തിയിട്ടുണ്ട്. ഇത് തെരഞ്ഞെടുപ്പിലും പ്രതിഫലിക്കും. മോദി സർക്കാരിന്റെ വികസന ജനക്ഷേമ പദ്ധതി നേട്ടങ്ങളുടെ ഗുണഭോക്താക്കൾ കേരളത്തിലും ഏറെയുണ്ടെന്ന് ശോഭ കരന്തലജെ പറഞ്ഞു. Kerala people will elect and select at least 4 or 5 MPs to Modi ji to raise hands. And we hope that now anyway our leader and minister Rajiv Chandrasekhar is contesting from Trivandrum and Muralidharan ji is contesting from Tingal. Anil Antony is contesting from Pattanamthitta. Like that many of the seats are announced. I hope that this time 100% we are sure Kerala also will get BJP MPs. Under the leadership of Modi ji, our government has done so much work for the Kerala's development.
ഈ തെരഞ്ഞെടുപ്പിലൂടെ മോദി സർക്കാരിന്റെ സ്വേച്ഛാധിപത്യത്തിനെതിരെ വിധിയെഴുതണമെന്ന് CPIM നേതാവ് S. രാമചന്ദ്രൻ പിള്ള. വർഗീയ കോർപ്പറേറ്റ് കൂട്ടുകെട്ടിന്റെ അമിതാധികാര വാഴ്ചയാണ് ഇപ്പോൾ നടക്കുന്നത്. LDF കൊല്ലം ലോക്സഭാ മണ്ഡലം കൺവെൻഷൻ S. രാമചന്ദ്രൻ പിള്ള ഉദ്ഘാടനം ചെയ്തു. കേന്ദ്രഭരണം മാറേണ്ടത് അത്യാവശ്യമാണ്. കേരളം നേടിയെടുത്ത നേട്ടങ്ങൾ നിലനിർത്താനും കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാക്കാനും ഇടതുപക്ഷ വിജയം അനിവാര്യമാണെന്നും മൃദു ഹിന്ദുത്വ സമീപനം സ്വീകരിക്കുന്ന പ്രതിപക്ഷത്തെ വിശ്വസിക്കാനാകില്ലെന്നും പ്രതിപക്ഷ നേതാക്കൾക്കെതിരെയുള്ള രാഷ്ട്രീയ ആയുധമായി EDയെയും CBIയെയും ആദായ നികുതി വകുപ്പിനെയും ഉപയോഗിക്കുകയാണ് BJP-യിൽ ചേർന്നാൽ അതോടെ കേസ് അവസാനിപ്പിക്കുമെന്നതാണ് നിലവിലെ സ്ഥിതിയെന്നും S. രാമചന്ദ്രൻ പിള്ള പറഞ്ഞു. അങ്ങനെ പ്രതിപക്ഷങ്ങൾക്കെതിരെ കാലുമാറാൻ തയ്യാറായുള്ള ചാഞ്ചാടുന്ന നേതാക്കന്മാർക്കെതിരെ BJP ഒരു ആയുധമായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെയും സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷനെയും ഉപയോഗിക്കുന്നുണ്ട്. പകൽ സമയത്ത് പഞ്ചായത്ത് പ്രസിഡന്റും രാത്രി നാടകവും ഒരുമിച്ച് കൊണ്ടുപോയ പിതാവിന്റെ മകനാണ് താൻ. സിനിമ അഭിനയവും രാഷ്ട്രീയവും തനിക്ക് എളുപ്പത്തിൽ കൊണ്ടുപോകാൻ സാധിക്കുമെന്ന് ഈ 7.5 വർഷം കൊണ്ട് തെളിയിച്ചിട്ടുണ്ട്. 1748 കോടി രൂപയുടെ വികസനങ്ങൾ മണ്ഡലത്തിൽ വരുത്തിയിട്ടുണ്ടെന്നും മുകേഷ് പറഞ്ഞു. വികസനങ്ങൾ 5 കൊല്ലത്തെ വികസനങ്ങൾ ഞാൻ തൊട്ട് കാണിക്കാം. ചലഞ്ച് ആർക്ക് വേണമെങ്കിലും ഏറ്റെടുക്കാം, തൊട്ട് കാണിക്കാം. ആ ചലഞ്ച് ഇതുവരെയും ആരും ഏറ്റെടുത്തിട്ടില്ല. ഇന്ന് 7.5 കൊല്ലം കഴിയുമ്പോൾ 1748 കോടി രൂപയുടെ, സാധാരണഗതിയിൽ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ പലരും ചുമ്മാ ഭരണകക്ഷി എന്ത് പറഞ്ഞാലും എതിർക്കുകയാണല്ലോ പ്രതിപക്ഷത്തിന്റെ ലക്ഷ്യം. മുന്നോട്ട് വരാം, പക്ഷെ ഇതുവരെ ആരും വന്നിട്ടില്ല. മുൻ മന്ത്രി K. രാജു അധ്യക്ഷത വഹിച്ചു. കൺവീനർ K. വരദരാജൻ, CPI ദേശീയ എക്സിക്യൂട്ടീവ് അംഗം K. പ്രകാശ് ബാബു, മന്ത്രിമാരായ KN ബാലഗോപാൽ, J. ചിഞ്ചുറാണി, CPIM ജില്ലാ സെക്രട്ടറി S. സുദേവ് എന്നിവർ പങ്കെടുത്തു. റിപ്പോർട്ടർ, കൊല്ലം. കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ വിജയം ഉറപ്പാക്കാൻ വേറിട്ട പ്രചാരണ പരിപാടികൾക്ക് തുടക്കമിടുന്നതായി NDA സ്ഥാനാർത്ഥി ML അശ്വിനി റിപ്പോർട്ടറിനോട്. NDAയുടെ സ്വാധീന മേഖലകൾക്ക് പുറത്തേക്ക് പ്രചാരണ പരിപാടികൾ ആസൂത്രണം ചെയ്യുന്നുണ്ട്. ഒരു സ്ത്രീ ആയതിനാൽ തനിക്ക് സ്ത്രീകളിൽ നിന്ന് തന്നെ മികച്ച പിന്തുണ ലഭിക്കുന്നു. സോഷ്യൽ മീഡിയയിൽ സ്വാധീനമുണ്ടാക്കാനായത് തെരഞ്ഞെടുപ്പിൽ ഫലം ചെയ്യും. UDFന്റെ സ്ഥാനാർത്ഥി MP-ആയി ജയിച്ചു പോയ ശേഷം ഉദ്ഘാടന പരിപാടികൾക്ക് മാത്രമാണ് കാസർഗോഡ് വന്നിട്ടുള്ളതെന്നും താഴേക്കിടയിലുള്ള ജനങ്ങൾ രാജ്മോഹൻ ഉണ്ണിത്താനെ കണ്ടിട്ടില്ലെന്നും ML അശ്വിനി വിമർശിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണ തിരക്കുകളിലാണ് BJP സ്ഥാനാർത്ഥിയായ ML അശ്വിനി. ഇപ്പോൾ റിപ്പോർട്ടറിനൊപ്പം ചേരുകയാണ്. എങ്ങനെയാണ് പ്രചാരണ പരിപാടികളൊക്കെ? നല്ല വിപുലമായി തന്നെ മുന്നോട്ട് പോകുന്നുണ്ടോ? അതെ, നല്ല പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. ജനങ്ങൾക്ക് മുന്നിലേക്ക് വോട്ടഭ്യർത്ഥിച്ച് പോകുമ്പോൾ എങ്ങനെയാണ് ജനങ്ങളുടെ ഒരു പ്രതികരണം? നല്ല പോസിറ്റീവായിട്ടുണ്ട്, പോസിറ്റീവ് വൈബ്സാണ്. ആൻഡ് അതും അല്ലാണ്ട് പിന്നെ ഒരു സ്ത്രീ ആയ നിലയിൽ സ്ത്രീകൾ നല്ല രീതിയായിട്ടുള്ള എനിക്ക് സപ്പോർട്ടുണ്ട്. കാസർഗോഡ് പ്രധാനമായിട്ടും മഞ്ചേശ്വരം അതുപോലെ തന്നെ കാസർഗോഡൊക്കെയാണ് ഈ BJPയുടെ സ്വാധീന മേഖല എന്ന് സ്വാഭാവികമായിട്ട് പറയുന്നത്. അതിന് പുറമെ മറ്റ് കേന്ദ്രങ്ങളിലേക്കൊക്കെ ഈ ഒരു പ്രചാരണ പരിപാടികൾ കൂടുതൽ വിപുലമാക്കിയാൽ മാത്രമേ കൂടുതൽ ഒരു സ്വാധീനം ഉണ്ടാക്കാൻ കഴിയൂ. അപ്പോൾ ആ രീതിയിലുള്ള പരിപാടികളൊക്കെ ആസൂത്രണം ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും ചെയ്യുന്നുണ്ട് നമ്മൾ. ബിക്കോസ് കാസർഗോഡ് ആവട്ടും മഞ്ചേശ്വരം ആവട്ടും ബദിയടുക്കാക്കുമുള്ള ഈ സൈഡെല്ലാം നമുക്ക് നല്ല രീതിയായിട്ടുള്ള വോട്ടർമാർസ് ഉണ്ട്. പിന്നെ നല്ല പോസിറ്റീവ് വൈബ്സാണ്, പ്ലസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ആ ഭാഗത്ത് ഇപ്പോൾ ഞാൻ കൂടുതലായിട്ട് യാത്ര ചെയ്തിട്ടുള്ളത് ഈ സൈഡാണ്. ആ സൈഡിൽ ഒരു 2-3 പ്രാവശ്യം ഞാൻ യാത്ര ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ കൂടുതൽ ആൾക്കാർ മീഡിയാസിലും സോഷ്യൽ മീഡിയാസിലും കണ്ടിട്ട് ഇപ്പോൾ ഞാൻ ഓൾറെഡി സോഷ്യൽ മീഡിയയിൽ ടോപ്പിലുണ്ട്. സോ അവർക്കൊരു എൻ്റെ ഒരു പുതിയതായിട്ടുള്ള ഇൻട്രൊഡക്ഷൻ വേണ്ട. ബിക്കോസ് ഞാനിപ്പോൾ പോയടത്തെല്ലാം അവർക്ക് ഞാൻ ആരെന്ന് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതേപോലെ പ്ലസ് ആവാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങോട്ട് യാത്ര ചെയ്തിട്ടായിട്ട് എൻ്റെ പ്രചാരം തുടങ്ങുന്നുണ്ട്, പോകുന്നുണ്ട്. ഇടതിൻ്റെ കോട്ടയെന്നാണ് കാസർഗോഡിനെ വിശേഷിപ്പിക്കുന്നത്. അതുപോലെ തന്നെ കഴിഞ്ഞ തവണ 2019 UDF സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താൻ കൊണ്ടുപോയി ഈ കാസർഗോഡിനെ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ BJPക്ക് എങ്ങനെയാണ് ഇനി ഇവിടെ പിടിച്ചു നിൽക്കാൻ, ഏതൊക്കെ രീതിയിൽ അടവുകൾ പയറ്റേണ്ടി വരും? ഇപ്പോൾ നിങ്ങൾ പറഞ്ഞല്ലോ ലാസ്റ്റ് ടൈം UDF ഉണ്ടായി. UDFൻ്റെ സ്ഥാനാർത്ഥി MP ആയിട്ട് ജയിച്ചു പോയ ശേഷം ഇവിടെ വന്നിട്ടുള്ളത് ജസ്റ്റ് ഇനോഗ്രേഷൻ പ്രോഗ്രാമിന് വേണ്ടിയിട്ടാണ്. വിളക്ക് തിരി ഇനോഗ്രേഷന് ദീപപ്രജ്വലന ആയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഏതെങ്കിലും ഇനോഗ്രേഷൻ പ്രോഗ്രാം വന്നിട്ട് സ്പീച്ച് ചെയ്തിട്ട് അയാൾ പോയിട്ടുള്ളത് മാത്രമേ കണ്ടിട്ടുള്ളത്. നമ്മൾ ഏതൊരു ഡെവലപ്മെൻറ്റ് നമ്മൾ കണ്ടിട്ടില്ല. കാസർഗോഡിൻ്റെ ജനങ്ങൾ കണ്ടിട്ടില്ല. MPയെക്കുറിച്ച് എന്താണ് അഭിപ്രായം? ഞാൻ പറഞ്ഞല്ലോ, he is only coming for inauguration of the program and he is doing a speech and is going back. He is not coming to the ground level. Most of the people, they have not seen Rajmohan Unnithan. So it will be a benefit for me.
ശക്തമായ പോരാട്ടവുമായി, അതായത് വലിയ രീതിയിലുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികളാണ് BJP സംഘടിപ്പിച്ചിരിക്കുന്നത്. വലിയ ഒരു മത്സരം തന്നെ കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ ഉണ്ടാകുമെന്നത് തീർച്ചയാണ്. വീഡിയോ ജേർണലിസ്റ്റ് രഞ്ജിത്ത് മഞ്ഞിപ്പാടിക്കൊപ്പം റിപ്പോർട്ടർ അർജുൻ ഹേമ, ഇൻ റിപ്പോർട്ടർ കാസർഗോഡ്. ലോക്സഭാ മണ്ഡലങ്ങളിലൂടെ ഡോക്ടർ അരുൺകുമാറിനൊപ്പം റിപ്പോർട്ടറിന്റെ അശ്വമേധം പര്യടനം തുടരുകയാണ്. ഇന്ന് അശ്വമേധം വയനാട് മണ്ഡലത്തിലെ വോട്ടർമാർക്കൊപ്പമാണ്. കാണാം അശ്വമേധ കാഴ്ചകൾ വയനാട്ടിൽ നിന്നും. ഞാൻ അരുൺകുമാർ, എനിക്കൊപ്പം നിങ്ങളുടെ സ്വന്തം ജാക്കി. നമ്മളിപ്പോൾ ഉള്ളത് ഐ ലവ് വയനാട്. വയനാട് കൽപ്പറ്റയിൽ നിന്നാണ് തത്സമയം പ്രേക്ഷകർക്കൊപ്പം ചേരുന്നത്. തെരഞ്ഞെടുപ്പ് ഒരു ആഘോഷമാണ്, പക്ഷെ ഇങ്ങനെ ആഘോഷമാക്കി ആദ്യമായിട്ട് റിപ്പോർട്ട്. പത്മജ വേണുഗോപാലുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. ഇതിപ്പോൾ ആ വാർത്ത ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു പ്രതീക്ഷിക്കേണ്ട ആളല്ല ലീഡർ ശ്രീ കെ കരുണാകരന്റെ മകൾ എന്നുള്ളത്. ഒരു തെരഞ്ഞെടുപ്പിന്റെ ഒരു വാതിൽക്കൽ നിൽക്കുമ്പോൾ ഇത്തരമൊരു നടപടിക്ക് നേതൃത്വം കൊടുക്കും എന്ന് ഏത് പ്രശ്നമുണ്ടെങ്കിലും ആരും പ്രതീക്ഷിക്കുന്നില്ല. പത്മജ വേണുഗോപാലിനെ EDയുടെയോ മറ്റന്വേഷണ ഏജൻസിയുടെയോ മുൻപിൽ ഒരു ബ്ലാക്ക് മെയിൽ സാധ്യത മുന്നിൽ കണ്ടുകൊണ്ടാണ് BJPയിലേക്ക് കൊണ്ടുപോകുന്നത്, അഥവാ ബ്ലാക്ക് മെയിലിന് വിധേയമായി. അത് അത്തരമൊരു സാഹചര്യം അവരുടെ ഫാമിലി അവർ നേരിട്ടിട്ടുണ്ടാകണം എന്നുള്ളതാണ് എനിക്ക് തോന്നുന്ന പ്രധാനപ്പെട്ട കാര്യം. പത്മജ വേണുഗോപാലും അതുപോലെയുള്ളതായിരിക്കുന്ന ആളുകളും അല്ല പാർട്ടി എന്നുള്ളത് ഇതിനു വേണ്ടി അധ്വാനിക്കുന്ന, പാർട്ടിക്ക് വേണ്ടി പണിയെടുക്കുന്ന, പാർട്ടിക്ക് വേണ്ടി ജയിലിൽ പോകുന്ന അവരാണ് പാർട്ടിയുടെ ശക്തി. അവർക്ക് BJPയിൽ പോയാൽ വിലയുണ്ടാകും എന്നുള്ളതാണ് അവരുടെ ധാരണ. ജനം പുച്ഛിച്ചു തള്ളും. ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ഗവൺമെന്റ് വരട്ടെ, ഞങ്ങളുടെ റെയിൽവേ, ഞങ്ങളുടെ യാത്രാ പ്രശ്നം, ഞങ്ങളുടെ മെഡിക്കൽ ഇഷ്യൂസ്, ഞങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ ബാക്കപ്പും തരാൻ ഈ മനുഷ്യന് കഴിയും. ആ പ്രതീക്ഷയിൽ നമുക്ക് ഈ ചായ കൂടി അവസാനിപ്പിക്കാം. നമ്മുടെ അബു സലീം ചേട്ടൻ ഇവിടെ ഉണ്ട്. ഈ കുതിര ഓർമ്മയുണ്ടോ? പിന്നെ ഇവനെ ഇപ്പൊ ഞങ്ങൾ വിളിക്കുന്നത് ജാക്കി എന്നാണ്. മാമാങ്ക സിനിമയുടെ സമയത്താണെന്ന് തോന്നുന്നു ഞാനത് റൈഡ് ചെയ്തിട്ടുണ്ട്. അബു സലീം ഈ ജാക്കി കുതിരയെ റൈഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ റൈഡ് ചെയ്യുന്നതിന് മുമ്പ്. അതെ, മണ്ഡലത്തിലായി ജയിക്കാൻ സാധ്യതയുണ്ട്. അതൊന്നും ജീവിതമൊക്കെ എങ്ങനെ പോകുന്നു? സുഖമായി പോകുന്നു. ജീവിതം വളരെ ബുദ്ധിമുട്ടാണ്. നേരം വെളുത്ത് എണീക്കുമ്പോൾ നമ്മൾ കേൾക്കുന്ന ന്യൂസ് എന്ന് പറഞ്ഞ ഒരാൾ മരിച്ചത്, ഒന്നില്ലെങ്കിൽ ആന ചവിട്ടി, അല്ലെങ്കിൽ പന്നി ചവിട്ടി, അല്ലെങ്കിൽ കടുവ പിടിച്ച്. ഇതിപ്പോ ഒന്നാമത് നമ്മളെ സർക്കാർ ചെയ്യേണ്ട സാധാരണക്കാരൻ ഒന്നും ചെയ്തില്ല. ശരിക്കും പറഞ്ഞാൽ വയനാട് മണ്ഡലം ലീഗിന് കിട്ടേണ്ടതായിരുന്നു. തീർച്ചയായിട്ടും വയനാട് ജില്ല ലീഗിന്റെ കുത്തക. വയനാട് ജില്ലയിൽ അണികൾക്ക് പാടില്ല. കൽപ്പറ്റ മുനിസിപ്പാലിറ്റി എന്താണെന്ന് കാണിച്ചു കൊടുത്ത് വയനാട് ജില്ലയിൽ ലീഗാരാ. പിന്നെ ലീഗിന് എന്തായാലും അതിന്റെ ഇതുണ്ടാവില്ല. ഇനി നമുക്ക് LDF സ്ഥാനാർത്ഥി നമുക്കൊപ്പം ഉണ്ട്. ഭക്ഷണത്തിന്റെ ടേസ്റ്റ് ആണോ പൊളിറ്റിക്സിലെ കോൺഫിഡൻസ് ആണോ ഇസ്മായിലിന്റെ കാര്യം? ഭക്ഷണത്തിന്റെ ടേസ്റ്റ് എൻജോയ് ചെയ്യണമെങ്കിൽ പൊളിറ്റിക്സ് ശരിയായിരിക്കണം. മനുഷ്യരുടെ മുഖത്ത് ഞാൻ കണ്ട ചിരി, സന്തോഷം, അതൊരു ആശ്വാസത്തിന്റെ ചിരിയാണ്, സന്തോഷമാണ്. ജനപ്രതിനിധി എന്ന് പറഞ്ഞാൽ അത് ജനത്തിനോടൊപ്പം അവർ ഏത് നിമിഷത്തിൽ ആഗ്രഹിക്കുന്നു ആ നിമിഷത്തിലൊക്കെ അവരോടൊപ്പം. കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും നേതാക്കൾ, പ്രത്യേകിച്ച് സ്ത്രീകൾ കൂടി പോകുന്നു എന്ന് പറയുമ്പോൾ അത് അല്പം ആശങ്ക. രാഹുൽ ഗാന്ധി ഇവിടെ കുറെ വാഗ്ദാനങ്ങൾ നൽകിയിട്ടാണ് പോയത് കഴിഞ്ഞ 5 വർഷം. പക്ഷെ അംഗൻവാടി സ്മാർട്ടായി. ഇന്ത്യൻ പാർലമെന്റിലേക്ക് ഒരാളെ പറഞ്ഞേക്കുന്നതിന് അംഗൻവാടി കെട്ടാനാണ്. ഇന്ത്യൻ പാർലമെന്റിൽ മനുഷ്യന്റെ ജീവൽ പ്രശ്നങ്ങളെ സംബന്ധിച്ച് കൃത്യമായി പാർലമെന്റിൽ ഉന്നയിച്ച് പരിഹാരം കണ്ടെത്തുന്നതിന് നടപടി സ്വീകരിക്കാം. പക്ഷേ രാഹുൽ ഗാന്ധി ഇന്ത്യ മുഴുവൻ നടന്നല്ലേ അത് സാധ്യമാക്കുന്നത്? അത് വെറുതെ ബഹളം വെക്കരുത്. അങ്ങനെയാണ് പിന്നെ ഇവിടെ ആരും ഒരു ചർച്ച നടത്തില്ല. അതിലേക്ക് പോരുന്നു. നാളെ നമ്മൾ കോഴിക്കോട് നിന്നുമായിരിക്കും അശ്വമേധം തത്സമയം പ്രേക്ഷകർക്കൊപ്പം ചേരുക. രാവിലെ 7 മണിക്ക് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം.